എഴുത്തിന്റെ കുലപതി മലയാളത്തിന്റെ ഒരേയൊരു MT കഥാവശേഷനായി. ശ്വാസതടസ്സം രൂക്ഷമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് MT വാസുദേവൻ നായരുടെ അന്ത്യം. MTയോടുള്ള ആദരസൂചകമായി 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എഴുത്തിന്റെ സമസ്ത രൂപങ്ങളിലും വിരൽമുദ്ര പതിപ്പിച്ച MTക്ക് Metro7 ന്യൂസിന്റെ പ്രണാമം. ഭാവന കൊണ്ടും തൂലിക കൊണ്ടും മലയാളത്തിന്റെ തലമുറകളെ വസന്തം അനുഭവിപ്പിച്ച പ്രിയപ്പെട്ട MT വിടവാങ്ങി. പത്രാധിപൻ, ചലച്ചിത്രകാരൻ, നാടകകൃത്ത്, പംക്തികാരൻ, സാഹിത്യ സംഘാടകൻ എന്നിങ്ങനെ അദ്ദേഹം കൈവച്ച മേഖലകളെല്ലാം സുവർണമുദ്ര പതിപ്പിച്ച യുഗങ്ങളായിരുന്നു. ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. MTയോടുള്ള ആദരസൂചകമായി ഡിസംബർ 26, 27 തീയതികളിൽ സംസ്ഥാന സർക്കാർ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26-ന് വൈകിട്ട് മാവൂർ പൊതുശ്മശാനത്തിലാണ് സംസ്കാരം. പാലക്കാട് കൂടല്ലൂരിൽ 1933 ജൂലൈ 15-ന് കർക്കിടകത്തിലെ ഉത്രട്ടാതി നാളിലാണ് പുനയൂർക്കുളം T. നാരായണൻ നായർ, അമ്മാളുഅമ്മ ദമ്പതിമാരുടെ മകനായി മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ ജനിച്ചത്. പത്മഭൂഷൺ, ജ്ഞാനപീഠം, ചലച്ചിത്ര രംഗത്തെ മികവിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം തുടങ്ങിയ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ കഥാജീവിതത്തിന് കൂടുതൽ മാറ്റുകൂട്ടി. 1965-ൽ മുറപ്പെണ്ണെന്ന ചെറുകഥ തിരക്കഥയാക്കിയാണ് സിനിമയിലേക്കുള്ള തുടക്കം. ആദ്യ സംവിധാന സംരംഭമായ നിർമാല്യത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും ലഭിച്ചു. തുടർന്ന് 50-ലേറെ സിനിമകൾക്ക് തിരക്കഥ എഴുതി. അവയിൽ പലതും ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. കാലം, നാലുകെട്ട്, അസുരവിത്ത്, രണ്ടാമൂഴം, മഞ്ഞ്, പാതിരാവും പകൽ വെളിച്ചവും എന്നിവയാണ് പ്രധാന കൃതികൾ. ന്യൂസ് ഡെസ്ക്, Metro7. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.